ഹലോ, ഇന്ന് ട്യൂസ്ഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കറി ഞാൻ റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ കറിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് പറയുന്നത്. ഏറ്റവും ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ഉലുവ പൊട്ടിച്ചു. ഉലുവ പൊട്ടിച്ചതിന് ശേഷം സവോളയും തക്കാളിയും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും ചേർത്ത് നന്നായിട്ട് കുറച്ച് കൂടുതൽ നേരം വഴറ്റി ഒരു 10-15 മിനിറ്റ് വഴറ്റി അതിനുശേഷം പൊടികളൊക്കെ ചേർക്കുകയാണ്. പിന്നെ ഉപ്പും ചേർത്തു. സവോള വഴലാൻ വേണ്ടിയിട്ട് ഉപ്പും ചേർത്തായിരുന്നു. പിന്നെ അതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല പൊടി ഇത്രയും പൊടികൾ ചേർത്ത് ഇപ്പോൾ വഴറ്റി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി തിരുമ്മിയിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇടുകയാണ്. കുറച്ച് നേരം തിരുമ്മി വെക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ കറി വെക്കുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ വൈറ്റ് കളർ അല്ലാതെ കുറച്ച് ഉള്ളിലേക്കൊക്കെ കുറച്ച് എരിവ് കയറി പിടിക്കാൻ, കളറ് കയറി പിടിക്കാൻ വേണ്ടിയാണ് നേരത്തെ തിരുമ്മി വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇളക്കുകയാണ്. എനിക്ക് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണും കൂടെ ആകുമ്പോൾ എനിക്ക് ഇളക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. എങ്കിലും ഞാൻ ഇളക്കുകയാണ്. ഞാൻ ഇത് ഫോൺ മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. ഇപ്പോൾ എനിക്ക് അത്ര ഇളക്കാൻ പറ്റുന്നില്ല. പിന്നെ വെട്ടിത്തിളച്ച കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുള്ളൂ. കാരണം ഞങ്ങളുടെ ഇന്നത്തെ ചിക്കൻ കറി എന്ന് പറയുന്നത് ഒരു സെമി ഗ്രേവിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ താങ്ക് യു. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി എല്ലാവരും ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.